ഹലോ എവരിവൺ, മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷ് സേമിയ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ലഞ്ചായിട്ടും ഡിന്നറായിട്ടും സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു നുള്ളുപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ വറുത്തെടുക്കണമെന്ന് പറയുമ്പോൾ പായസത്തിനൊക്കെ എടുക്കുന്ന പോലെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിഞ്ഞിട്ടുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ ആ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഇത് വെച്ചിട്ട് പോവരുത് കേട്ടോ, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നു വേണ്ട. പായസത്തിനൊക്കെ എടുക്കുന്ന പോലെ അത് കോരി കഴിക്കാൻ പാകത്തിന് നമുക്കറിയാമല്ലോ എല്ലാവർക്കും. നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേവ് കറക്റ്റ് ചെയ്തെടുക്കണ പോലെ തന്നെ ഇതും നമ്മൾ ഒന്ന് ചൂടായി ഒന്ന് പതുക്കെ ഒന്ന് തിളവന്നാൽ മതി, അപ്പോഴത്തേക്കും ഇതായിക്കോളും. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള സേമിയ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പരിവായാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം ഊരാനായിട്ട് എടുത്തു വെക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന പോലെ കിസ്മിസ് നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് സവാള കൂടി നമുക്കതിൻ്റെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയ കശുവണ്ടി മുന്തിരി മാറ്റിയിട്ട് സവാള അതിനകത്ത് ഇടുന്നുണ്ട്, ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ സവാള മുരിഞ്ഞ് കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് സവാള ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള സവാളയിലേക്കാണ് നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്യുന്നത്. ചിക്കൻ കറി ഓൾറെഡി പല പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ചിക്കൻ കറിയുടെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഞാനിതൊരു കറിയാക്കി വെച്ച് ചിക്കൻ കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ഒന്ന് ചൂട് നല്ല ചൂടായിട്ട് കിട്ടാനും ചിക്കനിലെ ആ ഒരു ഫ്ലേവർ കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല എന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാലയും ചേർത്ത് കൊടുക്കുമ്പോൾ ആ ചിക്കൻ കറിക്കൊരു പുതിയൊരു ഫ്രഷ് മണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ചൂടായ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് വെള്ളം മാറ്റാൻ വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ സേമിയ ബിരിയാണി. ഇത് പെട്ടെന്ന് 4 മണിക്കൊക്കെ കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്, നിങ്ങൾക്ക് എത്രയോ നെയ്യ് ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. ഞാനിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് മുകളിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ഫ്ലേവർ ഒന്ന് എല്ലായിടത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള ഐറ്റമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊക്കെ വിചാരിച്ചത് സേമിയ പായസം വയ്ക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ്. പക്ഷേ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര ടേസ്റ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് അത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ചിക്കൻ കറി ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റം.